നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയാകാനായി ഇറങ്ങിത്തിരിച്ച ശശി തരൂർ ഇടയ്ക്കത് ഉപേക്ഷിച്ച് ഡൽഹിയിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. എന്നാൽ ഒരു ലേഖനത്തെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാക്കിയ വിവാദത്തിൽ തരൂർ വീണ്ടും നിലപാട് കടുപ്പിച്ചു. കേരളത്തിലെ വ്യവസായ മേഖലയിലുണ്ടായ മുന്നേറ്റം എണ്ണിപ്പറയുകയും നിക്ഷേപം ആകർഷിക്കാനുള്ള LDF സർക്കാരിന്റെ നടപടിക്ക് പിന്തുണ നൽകുകയും ചെയ്ത കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ MPക്കെതിരെ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. പ്രവർത്തക സമിതി അംഗത്വം രാജിവയ്ക്കണമെന്നതടക്കമുള്ള സമ്മർദ്ദം ശക്തമാകുമ്പോഴും വികസനാനുകൂല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തരൂർ. കേരളത്തിൽ LDF ഭരണമായതിനാൽ എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുക എന്ന നയമാണ് കോൺഗ്രസിന്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ശശി തരൂരിന്റെ നിലപാട്. റെയിലിനെ അനുകൂലിച്ചതിന് തരൂരിനെതിരെ സുധാകരനും VD സതീശനും രംഗത്ത് വന്നിരുന്നു. ഏത് വിശ്വപൗരനാണെങ്കിലും ഇരിക്കുന്നിടം കുഴിക്കരുതെന്നായിരുന്നു സുധാകരന്റെ പരിഹാസം. തരൂർ അപ്പോഴും പിന്നോട്ട് പോയില്ല. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ആക്രമിക്കുമ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. അതേസമയം പാർട്ടിയെ വെല്ലുവിളിക്കുന്ന ശശി തരൂരിനോടുള്ള നേതൃത്വത്തിന്റെ നിലപാടിൽ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുന്നു. തരൂരിനെ ഒട്ടും വിമർശിക്കാതെ വ്യവസായ മന്ത്രിയുടെ അവകാശവാദങ്ങളെ മാത്രം തള്ളിപ്പറഞ്ഞുള്ള KPCC അധ്യക്ഷന്റെ പ്രതികരണത്തോടെയാണ് ഭിന്നത രൂക്ഷമായത്. ശക്തമായ രീതിയിൽ തരൂരിനെ തള്ളിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനർ MM ഹസനുമടക്കം രംഗത്തെത്തിയപ്പോൾ ചില നേതാക്കൾ മൗനത്തിലാണ്. വ്യക്തിപരമായ അഭിപ്രായം പറയണമെങ്കിൽ തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കണമെന്നായിരുന്നു ഹസൻ അടക്കമുള്ളവർ പറഞ്ഞത്. മറുവശത്ത് തരൂരിന്റെ പ്രശംസ പിടിവള്ളിയാക്കി മുഖ്യമന്ത്രി അടക്കമുള്ള CPM നേതാക്കൾ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുന്നതും UDFിലെ തലവേദനയുടെ ആക്കം കൂട്ടുകയാണ്. AICC നിലപാട് തള്ളി മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് പ്രശംസ. പ്രതിപക്ഷ പ്രചാരണം തള്ളി കേരളത്തിൽ വ്യവസായ നയത്തിനും പ്രശംസ. ഹൈക്കമാൻഡിനെയും KPCCയെയും ഒരുപോലെ വെട്ടിലാക്കിയിട്ടും ശശി തരൂരിനെതിരായ തുടർ നടപടിയിൽ നേതൃത്വത്തിന് അവ്യക്തതയാണ്. പാർട്ടിയെ പരുങ്ങലിലാക്കിയത് പ്രവർത്തക സമിതി അംഗമായതിനാൽ പന്ത് ദില്ലി കോർട്ടിലെന്നാണ് KPCC നേതൃത്വത്തിന്റെ വാദം. അച്ചടക്ക ലംഘനത്തിന് വിട്ടുവീഴ്ചയില്ലാതെ സെമി കേഡർ പറഞ്ഞു വാളോങ്ങുന്ന KPCC അധ്യക്ഷൻ തരൂരിനോടുള്ള മൃദു സമീപനമാണ് സ്വീകരിച്ചത്. തരൂരിനെ ഒരു വരി കുറ്റപ്പെടുത്താതെയാണ് സുധാകരൻ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇന്നലെ വാർത്താക്കുറിപ്പിറക്കിയത്. വിമർശനം മുഴുവൻ തരൂർ പുകഴ്ത്തിയ ഇടത് സർക്കാരിന്റെ വ്യവസായിക മേഖലയിലെ അവകാശവാദങ്ങൾക്കെതിരെ മാത്രമായിരുന്നു. കോഴിക്കടകളും പൂട്ടിപ്പോയ കടകളും ചേർത്താണ് വ്യവസായ മന്ത്രിയുടെ കണക്കെന്നും പരിഹസിച്ചു. സുധാകരനെ മാറ്റണമെന്ന ആവശ്യത്തെ ശക്തമായി പ്രതിരോധിച്ചതിനുള്ള തരൂരിനോടുള്ള കടപ്പാടാണോ ഇതെന്നാണ് പാർട്ടിയിലെ എതിർചേരിയുടെ ചോദ്യം. സുധാകരൻ അയഞ്ഞെങ്കിലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ബഹുഭൂരിപക്ഷവും തരൂർ പരിധി വിട്ടെന്ന അഭിപ്രായക്കാരാണ്. പാർട്ടിയിൽ പുതുച്ചേരിക്ക് ശ്രമിച്ചപ്പോൾ തരൂരിനെ പിന്തുണച്ച് MK രാഘവൻ അടക്കമുള്ള നേതാക്കളും പുതിയ വിവാദത്തിൽ തരൂരിനൊപ്പം ഇല്ലെന്നതും ശ്രദ്ധേയമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിന് കിട്ടിയ നമ്പർ 1 വികസന പ്രചാരണായുധമായി തരൂർ പ്രശംസ എന്നതാണ് ഇതിന്റെ മറുവശം. തരൂരിനെ പുകഴ്ത്താനും പ്രതിപക്ഷത്തെ കുത്താനും മത്സരിക്കുകയാണ് ഇടത് നേതാക്കൾ. അതേസമയം മോദി ട്രംപ് കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള തരൂർ പ്രശംസയിൽ CPM ഇതുവരെയും മിണ്ടിയിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.